നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി വനം ഡിവിഷന് കീഴിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി 13-ന് ആരംഭിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. ജീവനക്കാരെ ചാലക്കുടി തഹസിൽദാർ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ആരോപിച്ച് NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ന്യായവില ഷോപ്പ് ഡീലർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി. പശ്ചാത്തല മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി പരിയാരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. $96 കോടിയോളം രൂപയുടെ വെട്ടിപ്പ് നടന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിക്ഷേപം നടത്തിയവർ അങ്കമാലിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി വനം ഡിവിഷന് കീഴിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി 13-ന് ആരംഭിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. വൈകിട്ട് 5 മണിക്ക് അരൂർമൊഴി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. അതിരപ്പള്ളി പരിയാരം പഞ്ചായത്ത് പരിധികളിൽ ചാലക്കുടി പുഴയോട് ചേർന്ന് കണ്ണംകുഴി തോട് മുതൽ വിരിപ്പാറ വരെയുള്ള ദൂരം ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നബാർഡ് സഹായത്തോടെ ചാലക്കുടി വാഴച്ചാൽ വനം ഡിവിഷനുകൾക്ക് കീഴിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി 14.62 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ബെന്നി ബെഹനാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK റിജേഷ്, മായ ശിവദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഭരണാനുകൂല സംഘടനകളുടെ ഇംഗിതങ്ങൾക്ക് വിധേയമായി ജീവനക്കാരെ ചാലക്കുടി തഹസിൽദാർ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ആരോപിച്ച് NGO അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ പ്രതിഷേധ ധർണ നടത്തി. NGO അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ശ്രീ സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ജോസഫ് ഫ്രാൻസിസ് അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺ ലി മാത്യു, എറണാകുളം ജില്ലാ സെക്രട്ടറി അജീഷ്, ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് പ്രസിഡന്റ് സിജോയ് എന്നിവർ സംസാരിച്ചു. എല്ലാ ആളുകൾക്കും, വിശിഷ്യ ചാലക്കുടി NGO അസോസിയേഷന്റെ അധ്യക്ഷൻ ശ്രീ ജോസഫ് ഫ്രാൻസിസ്, ഉദ്ഘാടകൻ സന്തോഷ് സാറ്, എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ അജീഷ്, തൃശ്ശൂർ NGO വൈസ് പ്രസിഡന്റ് ജോൺ ലി, ഇരിഞ്ഞാലക്കുട NGO അസോസിയേഷന്റെ സിജോ, അന്യായമായ സ്ഥലമാറ്റങ്ങൾ നിർത്തലാക്കുക, വളരെ ഖേദകരമായിട്ടുള്ള പ്രതിഷേധകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് ചാലക്കുടി ബ്രാഞ്ചിലെ NGO അസോസിയേഷൻ്റെ പ്രവർത്തകർ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലിരിക്കുന്ന ഒരു ജനവിരുദ്ധ സർക്കാർ കേരളത്തിലെ കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരം പാറശാല വരെയുള്ള സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്ത് രസിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ലാത്ത രീതിയിലാണ് ചാലക്കുടിയിലെ പരിസര പ്രദേശത്തും പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റി രസിക്കുന്ന ഒരു കാഴ്ച ഉള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ചാലക്കുടിയിൽ പുതിയൊരു തഹസിൽദാർ ഇവിടെ സ്ഥാനമേറ്റിരിക്കുന്നു.
പണ്ടും ഇവിടെ തഹസിൽദാർമാർ വന്നും പോയിക്കൊണ്ടുവരുന്നു. അവരുടെ രീതിയും വ്യത്യസ്തമായിരുന്നില്ല. ഈ ഭരണകൂടത്തിന് കീഴിൽ കഴിഞ്ഞ 9 വർഷക്കാലം പഴയ തഹസിൽദാർമാരും തെറ്റായിട്ടുള്ള രീതിയിലാണ് സ്ഥലമാറ്റ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. ഈ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം, ഇപ്പോൾ ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത് വേണ്ടത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും പണ്ട് പുതിയൊരു SI സ്ഥാനം അവര് കലിങ്കുമ്പിരിക്കുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകും. അത് പ്രത്യേകമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് അവര് അത് ചെയ്യുന്നതെന്ന് പറയുന്നു. പുതിയ SI വന്നിരിക്കുന്നു. ഇനി കാണേണ്ടത് കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുഗു പാപ്പാരി ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി പ്രസിഡന്റ് രേഷ്മ സജീഷ് അധ്യക്ഷയായി. CRC കോർഡിനേറ്റർ MA അക്ഷയ് വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക സ്മിത മാനുവേൽ, മെൻസി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വഞ്ചിക്കുളം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ കാണപ്പെടുന്ന ഒരു ശുദ്ധജല തടാകമാണ് വഞ്ചിക്കുളം ശുദ്ധജല തടാകം. പണ്ടുകാലങ്ങളിൽ തൃശ്ശൂർ, കൊച്ചി എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഒരു ജലഗതാഗത മാർഗം.
കൊലയാളി മനുഷ്യരുടെ കൊലയാളി ഇവനാണ് നിന്നേക്കാളൊക്കെ സുന്ദരനായ ഇവൻ പഴുതു ചിറപ്പുകൾ സ്വർണ്ണ കണ്ണുകൾ വരയത്തിപ്പായം എന്ത് രസം ഞാൻ ഇവിടെ പതിവുകാരന നിനക്ക് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ന്യായവില ഷോപ്പ് ഡീലർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി. റേഷൻ കടകളുടെ എണ്ണം 13,872 നിന്ന് 10,000 കുറയ്ക്കാനും മുൻഗണനേതര വിഭാഗത്തിന് നൽകുന്ന അരിയുടെയും പഞ്ചസാരയുടെയും ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിക്കാനും പുതിയ റേഷൻ കടകൾ തുറക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. പൊതുവിഭാഗത്തിൽ നീല കാർഡ് ഉടമകളാണ് മുൻഗണനേതര വിഭാഗം എന്നതിൽ വരുന്നത്. 2024 അവസാനത്തോടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് സമർപ്പിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ചർച്ച ചെയ്യുകയോ ശുപാർശയിന്മേൽ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും 2018 മുതൽ മാറ്റമില്ലാതെ തുടരുന്ന റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥയിൽ സമയബന്ധിതമായ പരിഷ്കരണം വേണമെന്ന ആവശ്യത്തെ റിപ്പോർട്ട് പിന്താങ്ങുന്നു. സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം നേടുന്നതിനായി വേതനം വർദ്ധിപ്പിക്കുന്നത് സുസ്ഥിരമായ ഒരു പരിഹാരമല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഭാവിയിൽ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. പകരം ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി പരമ്പരാഗത ന്യായവില ഷോപ്പുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്ന കെ സ്റ്റോർ പദ്ധതിയിലൂടെ റേഷൻ കടകൾ വൈവിധ്യവൽക്കരിക്കാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും സമിതി നിർദ്ദേശിക്കുന്നു. പൊതുവിഭാഗം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട കാർഡിലെ അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപ വരെയാക്കിയും പൊതുവിഭാഗം നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട കാർഡിലെ അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 10 രൂപ 90 പൈസയിൽ വർദ്ധിപ്പിച്ചും സർക്കാരിന് റേഷൻ ഡീലർമാരുടെ കമ്മീഷൻ ഉയർത്താൻ കഴിയുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പരമാവധി 800 കാർഡുകൾ മാത്രം അനുവദിച്ച് ഓരോ റേഷൻ കടയെയും യുക്തിസഹമാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ശുപാർശ. 15 കിൻഡലിൽ താഴെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന 85 കടകളുടെ പ്രായോഗികത പരിശോധിക്കാനും സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2024 മാർച്ച് 31 കണക്കനുസരിച്ച് കേരളത്തിൽ ആകെ 94,31,027 റേഷൻ കാർഡുകളും 13,872 റേഷൻ കടകളുമാണ് ഉണ്ടായിരുന്നത്. സർക്കാർ കമ്മീഷനുകളുടെ അപര്യാപ്തത, വൈകിയുള്ള പണമടക്കൽ, വേതനത്തിന്റെയും വാടകയുടെയും വർധന എന്നിവ കാരണം സമീപകാലത്ത് 150-ലധികം കടകൾ അടച്ചുപൂട്ടിയതായി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജീർ പറഞ്ഞു. പോർട്ടബിലിറ്റി പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. ഇത് ഡീലർമാർക്ക് ചെലവുകൾ വഹിക്കുന്നത് വെല്ലുവിളിയാക്കി. പല ഡീലർമാരും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ്. കൂടാതെ അവർക്ക് നൽകുന്ന കമ്മീഷൻ ഗണ്യമായി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിരവധി റേഷൻ കട ഉടമകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചാലക്കുടി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറിലേക്കുള്ള കരട് പദ്ധതി രേഖയ്ക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ബജറ്റ് വിഹിതമായി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള 21 കോടി രൂപയ്ക്ക് പുറമെ തനത് ഫണ്ടും ഹെൽത്ത് ഗ്രാന്റ്, ശുചിത്വ മിഷൻ ഗ്രാന്റ് തുടങ്ങിയ ഫണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഈ വർഷത്തെ പദ്ധതികൾ. ഇതോടൊപ്പം സ്വകാര്യ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തി വിവിധ പദ്ധതികളും തയ്യാറാക്കും. പട്ടണത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശുചിത്വത്തോടൊപ്പം സൗന്ദര്യവൽക്കരണവും നടത്താൻ പൊതുജന സഹകരണത്തോടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു.
മേൽപ്പാലങ്ങളുടെയും അടിപ്പാതകളുടെയും പാർക്കിംഗ് സ്ഥലങ്ങളും ഫുട്പാത്തുകളും പ്രധാന റോഡുകളുടെ ബെൽമൌത്തുകളും മീഡിയനുകളും വഴിയോരങ്ങളും സൗന്ദര്യവൽക്കരിക്കുന്നതിന് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി രൂപീകരിക്കാനും റോഡുകളുടെയും പ്രധാന സ്ഥാപനങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകൾ, ക്യാമറകൾ, വളവുകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കണ്ണാടികൾ, സോളാർ ലൈറ്റുകൾ തുടങ്ങി വിവിധങ്ങളായ പദ്ധതികൾ പൊതുജന സഹകരണത്തോടെ നടത്താനും തീരുമാനിച്ചു. വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നഗരവീഥികളിലെ സൗന്ദര്യവൽക്കരണവും പരിപാലനവും നടത്താനുള്ള പദ്ധതിയും തയ്യാറാക്കാൻ തീരുമാനിച്ചു. നഗരസഭ പാർക്ക്, വിവിധ സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി. യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, നീന്തൽ എന്നീ തുടർ പരിശീലന പരിപാടികൾ നടത്താനും ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തനക്ഷമമാക്കാനും പദ്ധതിയിൽ തുക വകയിരുത്തി. നഗരസഭാ തലത്തിലും പ്രാദേശിക തലത്തിലും ലഹരി വിരുദ്ധ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും പദ്ധതിയുടെ തുടർ നടത്തിപ്പിനായി സാമൂഹ്യ സാംസ്കാരിക യുവജന സംഘടനകളുടെ സഹകരണം ഉൾപ്പെടുന്ന വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഉൽപാദന മേഖല 50 ലക്ഷം, പാർപ്പിടം 1,50,00,000, വനിതകൾക്ക് 65 ലക്ഷം, കുട്ടികൾ ഭിന്നശേഷിക്കാർ 32 ലക്ഷം, വയോജനങ്ങൾ 32 ലക്ഷം, റോഡ് 5,60,00,000, കെട്ടിടങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവയ്ക്ക് 3 കോടി എന്നിങ്ങനെയാണ് കരട് പദ്ധതി രേഖയിൽ തുക വകയിരുത്താൻ കൗൺസിൽ തീരുമാനിച്ചത്. മാർക്കറ്റിന്റെ നവീകരണം, കർഷക ചന്ത, തരിശുരഹിത ചാലക്കുടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, സ്നേഹസ്മൃതി, ഉണർവ്, സാംസ്കാരികോത്സവം, പ്രാഥമിക ശുശ്രൂഷ പരിശീലനം തുടങ്ങിയ വിവിധ പദ്ധതികളും ഉൾപ്പെടുത്താൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി പരിയാരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. പരിയാരം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിനായി MSF നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ബോട്ട്ലിംഗ് ബൂത്ത് സ്ഥാപിക്കൽ, ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കൽ തുടങ്ങിയ വാഗ്ദാനങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ അവതരിപ്പിച്ച ബജറ്റിൽ 21,88,00,000 വരവും 21,15,00,000 രൂപ ചെലവും 72.65 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പദ്ധതി വിഹിതങ്ങളിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളെ ഒഴിവാക്കുന്ന നടപടികളാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നതെന്നും ആരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഭവന നിർമ്മാണം വെച്ചിരിക്കുന്നത് 2,28,31,592 രൂപ. പേജില്ല, ഇത് എനിക്ക് എഴുതി തന്ന ഇതുണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഞാനത് ബ്രീഫായിട്ട് വായിച്ചെന്നുള്ളൂ. കാരണം ലഘൂകരണത്തിന് 2,81,00,000 രൂപ, ഗ്രാമപഞ്ചായത്തിനെ ശിശുസംഘൃത പഞ്ചായത്താക്കുന്നതിന് 22,30,000 രൂപ, കാർഷിക മേഖലയ്ക്ക് 29,69,998 രൂപ, മൃഗസംരക്ഷണ മേഖലയിൽ 19,25,000 രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 47,78,100 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിന്റെ ബേസ് ഗ്രാമപഞ്ചായത്തിനെ ശിശു സൗഹൃദ പഞ്ചായത്ത് ആക്കുക എന്നാണ് മെയിനായിട്ട് ഊന്നൽ നൽകുന്നത്. ഇതിലുള്ള സ്ഥാപനങ്ങളായുള്ള നോൺ പ്ലാൻ ചെലവുകൾക്കായിട്ട് വകയിരുത്തിയുള്ള തുക എന്ന് പറയുന്നത് കൃഷി ഓഫീസ് പരിഹാരം 50,000 രൂപ, വെറ്റിനറി ഡിസ്പെൻസറി 90,000 രൂപ, VOB 5,000 രൂപ, ICDS ഓഫീസ് 1,00,000 രൂപ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് 2,65,000 രൂപ, GLPS കൊന്നുകുഴി 60,000 രൂപ. വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. നമുക്ക് എത്രമാത്രം ഫണ്ടുണ്ട് നമ്മുടെ പരിയാരം പഞ്ചായത്തിൽ. നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. കഴിഞ്ഞ 4 വർഷക്കാലം പരിയാരം പഞ്ചായത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലവും ബജറ്റ് ഏകദേശം സർവാത്മനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ലഭ്യമാകുന്ന എല്ലാ വിഭവ സ്രോതസ്സുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും ആവശ്യമായ ഫണ്ട് വെച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പഞ്ചായത്തിനോട് ഭരണസമിതി അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത്, ഗ്രാമസഭകളൊക്കെ നമ്മൾ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ നിലനിൽക്കുന്നത് കാർഷിക മേഖലയിലാണ്. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് സമ്മേളനത്തിൽ നിന്നും ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർമാർ ബജറ്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രതിപക്ഷ മെമ്പർമാരുടെ
വികസനങ്ങളെ, വാർഡ് വികസനങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു പൊള്ളയായ ബജറ്റാണ്. കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ പ്രമാണിച്ച് പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രൊജക്റ്റുകളൊക്കെ അംഗീകരിച്ച് അത് അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. അതിലാകെ 8,79,481 രൂപയുടെ പ്രോജക്റ്റുകളാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ച് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതേസമയം വനലക്ഷ്യങ്ങൾക്ക് വാർഡ് 1 21 ലക്ഷം രൂപയും, വാർഡ് 7 41,50,000 രൂപയും, വാർഡ് 8 18 ലക്ഷം രൂപയും, വാർഡ് 6 17 ലക്ഷം രൂപയും, വാർഡ് 9 ഇന്ന് ഈ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ശുദ്ധമണ്ടത്തരമായ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്രയധികം പൈസ അധികരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിലൊരു ലാഭം? കിട്ടുന്ന പൈസയൊക്കെ ഫുൾ ഫിഗർ കാണിച്ചിട്ട് അതിൽ ഏതാനും ഭാഗം അവരുടെ ഭരണകക്ഷികൾക്ക് തന്നെയുള്ള വാർഡുകളിലേക്ക് വിഭജിക്കുകയും പ്രതിപക്ഷത്തിലുള്ളവർക്ക് നക്കാപ്പിച്ച പോലെ പട്ടിക എല്ലിട്ട് കൊടുക്കുന്നത് പോലെയുള്ള സംഭവമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ അംഗനവാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തിന്റെ 25-26 വാർഷിക പദ്ധതിയുടെ ബജറ്റായിരുന്നു ഇന്ന് പരിയാരം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൽ പ്രതിപക്ഷം ബജറ്റ് ബഹിഷ്കരിച്ചു. അതൊരു അനാവശ്യ ബഹിഷ്കരണമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വികസന പ്രവർത്തനം എല്ലാ വാർഡിലും നടത്താനാണ് ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുള്ളത്. 2025-26 വാർഷിക പദ്ധതി ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പരിയാരം പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഒരു വാർഡിലെ വികസനം വരുമ്പോൾ അത് സന്തോഷിക്കുന്നതിന് പകരം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി പോവുകയാണ് ഈ പ്രതിപക്ഷത്തെ മെമ്പർമാർ ചെയ്തിട്ടുള്ളത്. തുല്യമായി ഭാഗം വയ്ക്കുന്ന ഒരു രീതിയല്ല ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പരിയാരം പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. വികസനത്താത്ത ഭാഗങ്ങളിലേക്ക് വികസനം എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഭരണസമിതിക്കുള്ളത്. മലയോര മേഖലയിൽ വികസനം കടന്നു ചെല്ലാത്ത മേഖലയിലേക്ക് ഒരുപാട് വികസനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 14-ാം വാർഡിൽ വെള്ളക്കെട്ട് നേരിട്ടപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ പഞ്ചായത്തിനെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവിടെ കാന നിർമ്മിക്കാൻ 2025-26 സാമ്പത്തിക വർഷത്തിലെ പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റാണ് ഇന്ന് വൈസ് പ്രസിഡന്റായ ഞാനിവിടെ പരിയാരം പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചിരുന്നത്. വളരെ സുതാര്യമായ ഒരു ബഡ്ജറ്റായിരുന്നു. എന്നിരുന്നാലും പ്രതിപക്ഷം അത് ബഹിഷ്കരിച്ചെങ്കിലും വളരെയധികം ആനുകാലിക പ്രസിദ്ധിയോടുകൂടി തന്നെ ഭരണപക്ഷം അത് ഏറ്റെടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. എന്നിരുന്നാലും ഈ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി കൂടെ നിന്ന എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കുമ്പളിയിൽ കരുതാം കുന്നോളം സ്നേഹം എന്ന പേരിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പരിയാരം യൂണിറ്റ് കുടിവെള്ള വിതരണം ആരംഭിച്ചു. പരിയാരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി പടിഞ്ഞാക്കര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സാബു ജോസഫ് അധ്യക്ഷനായി. മേഖലാ പ്രസിഡന്റ് ജോസ് ഡേവിസ്, സെക്രട്ടറി ടോൾജി തോമസ്, ഭാരവാഹികളായ PV ഷിബു, സജീവ് വസദിനി, ഷാജു ലെൻസ്മാൻ, ജോണി മേലെടുത്ത്, ഇന്ദു ഷൺമുഖൻ, സാബു അമ്പൂക്കൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന AP തോമസിന്റെ സ്മരണാർത്ഥം ചാലക്കുടി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ഫോട്ടോഗ്രാഫി മത്സരമായ MP തോമസ് ദൃശ്യപ്രതിഭ പുരസ്കാരത്തിന് കൊട്ടാരക്കര സ്വദേശി സുനി നീലം അർഹനായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5000 രൂപ ക്യാഷ് പ്രൈസും മെമ്മന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രോത്സാഹന സമ്മാനത്തിനായി കോഴിക്കോട് സ്വദേശി വിനോദ് അത്തോളി, തൃശൂർ സ്വദേശികളായ സുരേഷ് കിഴുത്താനി, അനൂപ് കൃഷ്ണ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രോത്സാഹന സമ്മാനമായി 1000 രൂപയും
സാക്ഷ്യപത്രവുമാണ് നൽകുക. കൃഷിയിടത്തിലെ കർഷകൻ എന്നതായിരുന്നു മത്സരത്തിന്റെ വിഷയം. കലാനിരൂപകനായ ഡോക്ടർ ഷാജു നെല്ലായി, പ്രമുഖ ഫോട്ടോഗ്രാഫറായ സുനിൽ സബരിയ, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി എന്നിവരാണ് വിധികർത്താക്കൾ. പുരസ്കാര വിതരണം ചാലക്കുടി പ്രസ് ക്ലബിന്റെ സ്മൃതി സംഗമത്തിൽ വെച്ച് നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PK സിദ്ദീഖ്, സെക്രട്ടറി KV ജയൻ, കൺവീനർ MG ബാബു, ജോയിന്റ് സെക്രട്ടറി II അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് മുൻ ഫോട്ടോഗ്രാഫറായിരുന്ന ശ്രീ AP തോമസിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള മികച്ച ഫോട്ടോഗ്രാഫിക്കുള്ള മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിനാണ് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. നമുക്കറിയാം, ശ്രീ AP തോമസ് ദീർഘകാലം ചാലക്കുടിയിൽ എയർലിൻ സ്റ്റുഡിയോ നടത്തുകയും ചാലക്കുടിയിലെ പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്ന സർവീസ് ചെയ്യുകയും ചെയ്ത എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് മകൻ ടോൾജി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ അവാർഡ്. വളരെ കാലം, ഒരു 14 കാലമായിട്ട് ചാലക്കുടി പ്രസ് ക്ലബും AP തോമസിൻ്റെ കുടുംബവുമായിട്ട് സഹകരിച്ച് സംഘടിപ്പിക്കുന്നതാണ് AP തോമസ് ദേശീയ പ്രതിഭാ പുരസ്കാരം. അതിൽ ഒന്നാം സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത് കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള സുനി നീലമാണ്. AP തോമസ് ദേശീയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് സുനി നീലമാണ്. അദ്ദേഹത്തിന് 5000 രൂപ ക്യാഷ് പ്രൈസും മൊമൻറ്റോവും നൽകും. പ്രോത്സാഹന സമ്മാനമായിട്ട് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വിനോദ് അത്തോളി, തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സുരേഷ് കിഴുത്താടി, സുരേഷ് ഇനിയൊരു ഇടവേള.